ഒരുപക്ഷെ നഗരസഭയ്ക്ക് യാതൊരു താല്പര്യമില്ല. ഇവിടെ എത്രയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ പറ്റുന്ന വിദ്യാർത്ഥികളുണ്ട്. അവരാണ് ഒരു നൈറ്റ് ലൈഫിന്റെ ഒരു എനർജി എന്ന് പറയുന്നത്. അത് ഉപയോഗപ്പെടുത്താൻ പോലും പറ്റാതെ പിന്നെ തെരഞ്ഞെടുക്കപ്പെട്ട MLA യും ഉറക്കത്തിലായിരുന്നു. അതുകൊണ്ട് നൈറ്റ് ലൈഫും അദ്ദേഹത്തിന് വലിയ താല്പര്യമില്ലാത്ത ഒരു കാര്യമായിരുന്നു. എനർജിയെ ടാപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒരു നൈറ്റ് ലൈഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്രിയേറ്റിവിറ്റി പലപ്പോഴും പലർക്കും രണ്ട് പക്ഷത്തുള്ള ആളുകളാണ്. എന്തായാലും പക്ഷെ എന്നോട് രാഹുൽ ജയിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അത് സാറല്ലേ കരിമക്കൊക്കെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. തീർച്ചയായും UDF പ്രവർത്തകരാണ് മലപ്പുറത്ത് അല്ലേ? എന്തായാലും രണ്ടുപേരും വീണ്ടും കണ്ടു. കൈ കൊടുക്കാൻ വല്ല മടിയുണ്ടോ? കൈ കൊടുക്കാൻ വല്ല മടിയുണ്ടോ? എല്ലാരും ഒന്ന് കണ്ടട്ടെ. ശരി, ശരി. തീർച്ചയായും ഒരു മലപ്പുറത്തെ ഒരു UDF ലീഡറാണ്. കൈ കൊടുക്കാൻ യാതൊരു മടിയില്ലെന്നാ പറഞ്ഞത്. ഇപ്പോൾ വീണ്ടും ഹസ്താനുവാദം കയറ്റുകയാണോ? അല്ല, അങ്ങനെയൊന്നും ഇല്ലെന്ന് നമ്മള് വരികൾക്കിടയിലൂടെ വായിക്കൊന്നും വേണ്ട. നിഷ്കളങ്കമായ എത്ര കോൺഗ്രസ് പ്രവർത്തകർ, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, അവരുടെ മനസ്സ് നമ്മളോടൊപ്പം ഉണ്ടെന്ന് നമുക്കറിയാം. അവരുടെ മനസ്സ് ജനാധിപത്യ ബോധത്തിനൊപ്പം നിൽക്കാൻ പറ്റൂ. ആ ജനവിധി ആയിരിക്കും ഉണ്ടാവുക എന്ന് ഞാൻ ആദ്യ ദിവസം തൊട്ട് പറയുന്നുണ്ട്. ഏറെ ബഹുമാനിക്കുന്നവരാണ് ഞാൻ, ഓരോ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ഒക്കെ. അപ്പോൾ അവരുടെ മനസ്സിന്റെ ഒരു അവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാവും. ഞാനൊരു കാര്യം നിർത്തി ചോദിച്ചോട്ടെ. ഇന്നലെ വീണ്ടും കെ സുധാകരന്റെ സ്റ്റേറ്റ്മെന്റ്, ശരി സമയം ഇഷ്ടംപോലെ നമുക്ക് കഴിഞ്ഞുപോയി എങ്കിലും അവസാനം കെ സുധാകരന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, ബാബറി മസ്ജിദ് ജാംബവാന്റെ കാലത്തെ പൊളിറ്റിക്സ് ആണെന്ന്. അത് കേട്ടു. അദ്ദേഹത്തിന്റെ ഒരു നിഷ്കളങ്ക പ്രയോഗമായിട്ട് അതിനെ ആദ്യം കാണുക. പക്ഷെ പറഞ്ഞതിലെ പൊളിറ്റിക്സ് ഭയങ്കര അപകടം പിടിച്ചതാണ്. നമ്മൾ പറയും ഏത് ജാംബവാന്റെ കാലത്തെ എന്ന് പറയും, പഴകിയ സാധനങ്ങൾ. പക്ഷെ മനസ്സിലൊരു നോവായി മുറിവായി നിൽക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളെ നിയമപരമായി അവസാനിപ്പിക്കാൻ ശ്രമിച്ച് വിജയിച്ചവരുണ്ട്. അവരുടെ കൂട്ടത്തിൽ കൂടാതെ അതൊരു വൈകാരിക വിഷയമായി നിലനിൽക്കുന്നവരുടെ മാനസികാവസ്ഥയോടെങ്കിലും നമുക്ക് ഐക്യപ്പെടാൻ സാധിക്കണം. തകർന്നത് ഒരു മസ്ജിദ് മാത്രമല്ല, കോടിക്കണക്കിന് മനുഷ്യരുടെ ജനാധിപത്യത്തിലുള്ള വിശ്വാസം കൂടിയാണ്. ആ അപകടത്തെയാണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്. ഞാൻ എപ്പോഴും അങ്ങനെ പൊളിറ്റിക്സിനെ കാണുന്ന ഒരാളാണ്. അതിൽ നിന്ന് അവരെയും അങ്ങനെ വലിയ സങ്കടത്തിലുള്ള ആളുകളെയും അതിൽ നിന്ന് മാറ്റിയെടുക്കുക എന്നുള്ളതാണല്ലോ ജനാധിപത്യ പ്രോസസ്സിൽ നമുക്ക് ഓഫർ ചെയ്യാനുള്ളത്. അത് ചെയ്യുന്നതിനുമായി ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് കൂടുതൽ ഈ ഡോക്ടറുടെ കഴുത്തുള്ള കുഴലെന്ന് പറയുമ്പോൾ ഇത് പാലക്കാട്ടുകാർക്ക് അല്ലെങ്കിൽ കേരളത്തിന് ഒരു പരിചയമുള്ള ചിഹ്നമൊക്കെ ആയിരിക്കാം പക്ഷേ അത് ആർക്കും കിട്ടില്ല. ചരിത്രത്തിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഡോക്ടർക്ക് തന്നെ കേരള ചരിത്രത്തിൽ ആദ്യമായി സ്റ്റെതസ്കോപ്പ് ചിഹ്നത്തിൽ ഒരാൾ ജയിച്ചു കയറാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് ഇതെന്നാണ് ഉറപ്പിച്ചു. തീർച്ചയായിട്ടും ഞാൻ പറയുന്നു, LDF കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടിന്റെ ഇരട്ടി വോട്ടുകൾ ഇത്തവണ ലഭിക്കും. ജനങ്ങൾ കഴിഞ്ഞ തവണ എത്ര വോട്ട് കൊടുത്തു എന്ന് നോക്കിയിട്ടൊന്നും അല്ലല്ലോ ഇത്തവണ വോട്ട് ചെയ്യാൻ പോവാ. അപ്പൊ അവര് വന്ന് വോട്ട് ചെയ്യുമ്പോൾ അത് എണ്ണിത്തീരുമ്പോ 35,000-ഓളം വോട്ടുകളായിരുന്നു കഴിഞ്ഞ തവണ. 70,000-ൽ കുറയാത്ത വോട്ടുകൾ ഇടതുപക്ഷത്തിന്. കോൺഫിഡൻസ് കണ്ടോളൂ നിങ്ങൾ. ഞാൻ അവസാനമായിട്ട് ചോദിച്ചോട്ടെ, പിണറായി വിജയൻ വന്നു പേഴ്സണലായിട്ട് സംസാരിക്കാൻ പറ്റും? പിന്നെന്താ, അരമണിക്കൂറോളം അദ്ദേഹമായിട്ട് സംസാരിച്ചു. ഒരുപാട് കാര്യങ്ങൾ ആശയവിനിമയം നടത്തി. നല്ല കിടു കേഡറാണ് ആക്കി മാറ്റണമെന്ന് പ്രവർത്തകരോട് പറഞ്ഞു എന്നാണ് പറയുന്നത്. പിന്നെ അതൊക്കെ ഒരു കേഡറായി മാറിയോ? അത് മാറുമല്ലോ, അത് സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ അതിന്റെ ഒരു പരിണാമം. അപ്പൊ എന്തായാലും ഹാപ്പി. തകർക്കൂ. മറ്റൊരു ചാനലിലേക്ക് സരിൻ പോയിട്ടുണ്ട്. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ UDF പ്രവർത്തകരാണ് വന്നത്. സരിന് കൈ കൊടുക്കാൻ മടിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു മടിയില്ല, മലപ്പുറത്തെ UDF ലീഡറാണ് കരീമെന്നാണ് പറഞ്ഞത്. നേരിട്ട് വന്ന് കൈ കൊടുക്കുന്ന ഒരു കാഴ്ചയാണ്. ഇതൊക്കെ ഒട്ടായി മാറുമെന്ന് ഡോക്ടർ സരിൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഡോക്ടർ സരിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കോട്ട മൈതാനത്ത് അദ്ദേഹത്തിന്റെ സ്ഥിരം മോർണിംഗ് വാക്കോടുകൂടി ആരംഭിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹം വലിയ പാടത്തേക്ക് രാവിലെ പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ച് വലിയ പാടത്തേക്ക് പോകും. അവിടെയാണ് ഇനി മറ്റ് സ്ഥാനാർത്ഥികളുടെ പ്രചാരണം. കൊട്ടിക്കലാശം എന്തായാലും കളറാവുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പല മേഖലയിൽ നിന്നും